മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു സെറ്റ് ചുരിദാർ വാങ്ങിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അതിൻ്റെ നെക്കിലേക്കുള്ള പോർഷൻ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു പോർഷൻ അത് നമ്മുടെ ഈ സെൻറ്ററിലേക്ക് നെക്കിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമ്മൾ ഈ അടിയിലെ പോർഷനിൽ നിന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കണം. കാരണം ആ കൂർത്ത പോർഷൻ നമുക്ക് അത് കറക്റ്റായിട്ട് അതിൽ തന്നെ വരണം. ആ ഒരു രീതിയിലാണ് കേട്ടോ. അതുപോലെ സ്ലീവൊക്കെ കറക്റ്റ് രണ്ട് സൈഡിൽ നിന്നും അതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്ത് നെക്ക് വെച്ച് കൊടുക്കാനും ഒക്കെ കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ താഴത്തെ പോർഷനിലേക്ക് ഇതുപോലെ ഡിസൈൻ വരും. അത് രണ്ട് സൈഡിൽ നിന്നാണ് ഓരോ സ്ലീവും കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമേ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാവുള്ളൂ, അല്ലെങ്കിൽ തുണി തികയാതെ വരും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ലീഫ് അടിയിലേക്ക് വരുന്ന പോലെ ആ ഒരു പോർഷനിലേക്കാണ് നമുക്ക് നെക്കിൻ്റെ കൂർത്ത പോർഷൻ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കണ്ടോ ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ അടിയിൽ നമുക്ക് ഇതുപോലെ ബോർഡർ ഉണ്ട്, അത് നമുക്ക് കിട്ടണം. അതെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അടിയിലെ ബോർഡർ കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ നമ്മൾ ലെങ്ത്ത് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം നോക്കിയതിന് ശേഷമേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് നമുക്ക് ബോർഡറും കിട്ടണം, അതുപോലെ ആ തയ്യൽ തുമ്പ് അടിയിൽ മടക്കി അടിക്കാനുള്ളത് എക്സ്ട്രാ ബോർഡറിൻ്റെ അടിയിലേക്കുള്ളത് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ലെങ്ത്ത് കറക്റ്റാക്കി വെക്കുക. അപ്പോൾ എനിക്ക് 44 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്കുള്ള തയ്യൽ തുമ്പ് നമ്മൾ അടിയിലെ പോർഷനിൽ നിന്ന് എടുക്കുക. അതുപോലെ നെക്കിൻ്റെ ഇവിടെ ലെങ്ത്ത് നമുക്ക് കറക്റ്റ് കിട്ടുകയും വേണം. അപ്പം ഇതേപോലെ ഈ ഒരു ബോട്ട് നെക്ക് രീതിയിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ നെക്ക്. അപ്പോൾ മുകളിൽ നിന്ന് തന്നെ എടുത്താൽ നെക്കിൻ്റെ ലെങ്ത്ത് കൂടും, അതുപോലെ താഴത്തെ ബോർഡർ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നെക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ആ ഒരു 44 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെയാണ് വരുന്നത്. അടിയിൽ നിന്നാണ് ഞാൻ ലെങ്ത്ത് നോക്കിയിരിക്കുന്നത്. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് കറക്റ്റാണോ ലെങ്ത്ത് കറക്റ്റാണോ എന്നൊക്കെ നോക്കണം. ഇപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ അടിയിലെ ബോർഡർ നഷ്ടപ്പെട്ടു പോകും, കാരണം ലെങ്ത്ത് കുറവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് അടിയിൽ നിന്ന് എടുത്തത്. ഇനി സൈഡിൽ നിന്ന് ഇതുകൊണ്ട് ഇത് സ്ലീവിൻ്റെ ഡിസൈനാണ് അടിയിലേക്ക് വരുന്നത് ആ പോർഷൻ. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം വീതിയൊക്കെ വെച്ച് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. കട്ടിങ് വീഡിയോ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേ. എംബ്രോയ്ഡറി ആദ്യമേ തന്നെ നല്ല തുണിയിലേക്ക് ഒന്ന് പതിച്ച് അടിച്ചു കൊടുത്തു കേട്ടോ ഫുള്ളായിട്ട്. അതിന് ശേഷം ലൈനിങ് വെച്ചു, വീണ്ടും നല്ല തുണി വെച്ചു, വീണ്ടും നമ്മൾ ഈ ഒരു ഷേപ്പിൽ നെക്കിൻ്റെ ആ റൗണ്ട് ഷേപ്പ് അതുപോലെ തന്നെ ഞാൻ ഫുള്ളായിട്ട് അടിച്ചെടുത്തു. എല്ലാ ക്ലോത്തിലേക്കും ലൈനിങ്ങിലേക്കും കൂടെ കൂടിയിട്ട് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ കറക്റ്റ് 5 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ 6 ഇഞ്ച് എടുക്കണമെങ്കിൽ വേറെ ക്യാൻവാസിൽ വെച്ച് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഇത് കറക്റ്റാണ്. അതുപോലെ വിഡ്ത്ത് 8 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് ബോർഡ് നെക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് വീതി കൂടുതലുണ്ടെങ്കിൽ നെക്കിൻ്റെ വീതിയും അതുപോലെ തന്നെ കുറച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ഈ എംബ്രോയ്ഡറിയുടെ അതേ ഷേപ്പിൽ തന്നെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ എംബ്രോയ്ഡറിയുടെ അതേ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ആ സ്റ്റിച്ചിങ് പാഡ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് ലൈൻ ഉണ്ടല്ലോ, അത് നമുക്ക് ലൈനിങ്ങിലേക്കും കൂടി പതിഞ്ഞ് കിടപ്പുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. അതിന് ശേഷം നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ക്യാൻവാസിൻ്റെ പീസ് എടുത്ത് ക്ലോത്തിൽ വെച്ച് അടിച്ചു. കണ്ടോ, അത് നമ്മൾ ആ നെക്ക് അടിച്ചത് ആ ഒരു റൗണ്ട് ഷേപ്പ് ലൈനിങ്ങിലേക്കും കൂടെ ആ സ്റ്റിച്ചിങ് ലൈൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് എടുക്കാൻ ഈസി ആയിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ സെൻറ്റർ കണ്ട് കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് ഈ ലൈനിങ്ങിൽ ഈ ക്യാൻവാസിലേക്ക് കിട്ടണമെങ്കിൽ കണ്ടോ, നമ്മൾ ഇവിടെ ഓൾറെഡി പതിച്ചടിച്ചുകൊണ്ട് ആ ലൈനിങ്ങിൽ ആ പാട് സ്റ്റിച്ചിങ്ങിൻ്റെ ലൈൻ റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് ആ ലൈനിൽ കൂടി തന്നെ നമ്മൾ ഒന്നും കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാൻവാസും അതേപോലെ ആ ഒരു ലൈൻ സ്റ്റിച്ച് ലൈൻ കണ്ടോ, റൗണ്ട് ലൈൻ ക്യാൻവാസിലേക്കും വന്നു. ഇനി നമുക്ക് സാധാരണ നെക്ക് നമ്മൾ കട്ട് ചെയ്യില്ലേ, അതുപോലെ ഇതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ചെറിയ കട്ടിങ് കൊടുത്ത് തിരിച്ചിടുക. അപ്പോൾ ആ കറക്റ്റ് ഷേപ്പ് ആ എംബ്രോയ്ഡറിയുടെ അതേ ഷേപ്പ് നമുക്ക് ഈ ക്യാൻവാസിലും കിട്ടി. ഇനി നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക.
തിരിച്ചിട്ടതിന് ശേഷം സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഈ ക്യാൻവാസ് ഉള്ളിലെ ലൈനിങ്ങിൽ മാത്രം വെച്ച് ഒന്നെങ്കിൽ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നെക്ക് പതിച്ചടിക്കുക. കണ്ടോ, വളരെ നീറ്റായിട്ട് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടി. നമ്മൾ ആ നെക്ക് അതിൻ്റെ അതേപോലെ തന്നെ വെച്ചിട്ട് ലൈനിങ്ങിലേക്കും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പം ആ ലൈനിങ്ങിൽ ആ സ്റ്റിച്ചിങ് പാഡ് വന്നിട്ടുണ്ട്. ആ ലൈൻ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ലൈൻ നമുക്ക് കാണാമല്ലോ, ആ ലൈനിൽ കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടി. ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ലെങ്ത്തൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.